ആനിമെ, സ്റ്റുഡിയോ ഗിബ്ലി, ഹയാവോ മിയാസാക്കി. ഈ പേരുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം. അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷോർട്ടാക്കി പറയാം. ആനിമെ എന്നാൽ ജപ്പാൻ എന്ന് പറയാം. ഈ അനിമെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഹയാവോ മിയാസാക്കി. റീസെൻ്റ്ലി ട്രെൻഡിങ് ആയ സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈല് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ഗിബ്ലിയെ ഇൻസ്പയർഡ് ആയിട്ടുള്ളതായിരുന്നു. സ്റ്റുഡിയോ ഗിബ്ലിയെ ഒരു സിനിമ സ്റ്റുഡിയോ എന്ന് മാത്രം വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. കാരണം അതൊരു ഡ്രീം ലാൻഡാണ്. ഓരോ മൂവി കാണുമ്പോഴും നമുക്ക് ആ ലൊക്കേഷനിലൊക്കെ പോയി ജീവിക്കാൻ തോന്നും. സ്വപ്നങ്ങളെല്ലാം നമ്മൾ കണ്ണടച്ചല്ലേ കാണാറ്. പക്ഷെ കണ്ണ് തുറന്ന് സ്വപ്നം കാണണമെങ്കിൽ ഗിബ്ലി മൂവീസ് കണ്ടാൽ മതി എന്ന് തോന്നാറുണ്ട്. ഇന്ന് നമുക്ക് ജപ്പാനിലെ മിയാസാക്കി എന്ന സ്ഥലത്തെ കുറച്ച് ഗിബ്ലി ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്യാം. ജപ്പാനിലിപ്പോൾ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും നമുക്ക് ചെറി ബ്ലോസം കാണാൻ പറ്റും. ചെറി ബ്ലോസം ഫുള്ളി ബ്ലൂമിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു മാർച്ച് ഏപ്രിൽ ടൈം. ഇതാണ് ടൊത്തോറോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഗിബ്ലി ക്യാരക്ടറാണ് കേട്ടോ. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ കൂടെയാണ്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു സീ ടൊത്തോറോ. മൈ നെയ്ബർ ടൊത്തോറോ എന്ന ഗിബ്ലി മൂവിയിലെ ഒരു ക്യാരക്ടറാണ് ടൊത്തോറോ. ഒരു ഫാൻ ഗേൾ മൊമെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ മൂവിയിലെ ഓരോ സീൻസാണ് കേട്ടോ ഇവിടെ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ആ മൂവിയിലെ ഓരോ സീൻസ് ഇങ്ങനെ മനസ്സിലേക്ക് വരും. സത്സുകിയും മെയ്യും എന്ന രണ്ട് പെൺകുട്ടികളുടെ കഥയാണ് മൈ നെയ്ബർ ടൊത്തോറോ എന്ന മൂവിയിൽ. ഇളയ കുട്ടിയായ മെയ് ടൊത്തോറോ എന്ന ജീവിയെ കാട്ടിൽ വെച്ച് കാണുകയും പിന്നീട് അവർ തമ്മിൽ ഒരു സൂപ്പർ ക്യൂട്ട് ബോണ്ട് ഉണ്ടാവുന്നതുമാണ് ഇതിന്റെ സ്റ്റോറി ലൈൻ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ആണെങ്കിലും അതിലുള്ള ഇമോഷൻസും വിഷ്വൽസും ഒക്കെ മൈൻഡ് ബ്ലോയിങ് ആണ്. ഗിബ്ലി മൂവീസിലെ ഓരോ സീൻസും ഹാൻഡ് ഡ്രോൺ ആണ്. ഇതെല്ലാം ഹാൻഡ് ഡ്രോൺ ചെയ്ത് ഫൈനലി അതൊരു മൂവി ആവുമ്പോൾ എത്ര അധികം സമയവും ഹാർഡ് വർക്കും ഒക്കെ ആയിരിക്കില്ല അവർക്ക് ഉണ്ടായി കാണുക. ഈ കുട്ടികളുടെ അടുത്ത് ടൊത്തോറോ മഴ പെയ്യുന്ന ഒരു സീനിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ടൊത്തോറോയ്ക്ക് ഒരു കുട കൊടുക്കും. അതുപോലെ ഈ പാർക്കിലും ഇവരൊരു കുട വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെയാണ്. ഞാനെന്തായാലും കുറച്ച് അധികം ഫോട്ടോസ് എടുത്തിട്ടാണ് പോകുന്നത്. അനിമെ ഫാൻസ് അല്ലാത്തവരോടൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ, നിങ്ങൾക്ക് ഈ വിഷ്വൽസ് ഒക്കെ കണ്ടപ്പോൾ അതൊരു കാർട്ടൂൺ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? തോന്നിയെങ്കിൽ അത് തികച്ചും സ്വാഭാവികമാണ്. എനിക്കും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ആദ്യത്തെ മൂവി കണ്ടപ്പോൾ തന്നെ എൻ്റെ ആ തോന്നലൊക്കെ എവിടെയോ പോയി. ഇതാണ് ലപ്പുത്ത് ആൻഡ് റോബോട്ട്. ഈ പാർക്കിൻ്റെ പേരും ലപ്പുത്ത് ആൻഡ് റോബോട്ട് പാർക്ക് എന്നാണ് കേട്ടോ. കാസിൽ ഇൻ ദ സ്കൈ എന്ന അനിമെ മൂവിയിലെ ഒരു ക്യാരക്ടറാണ് ലപ്പുത്ത് ആൻഡ് റോബോട്ട്. വേറെയും കുറച്ച് ഗിബ്ലി ക്യാരക്ടേഴ്സിനെ ഇവരിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹൗൾസ് മൂവിങ് കാസിൽ എന്ന അനിമയിലെ ഹൗളിൻ്റെ ഹെൽപ്പറായിട്ടുള്ളൊരു കുട്ടി ഒരു അപ്പൂപ്പൻ്റെ ലുക്കിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു കുട്ടി അപ്പൂപ്പനെ അവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻസസ് മോണോണോക്കെ എന്ന അനിമയിലെ ഡീർഗോഡും മരങ്ങളുടെ ആത്മാക്കളായ കൊതമകളും ഇവിടെ ഉണ്ട്. മൂവിയിൽ മരച്ചില്ലകളിലൂടെയൊക്കെ ഓടി നടക്കുന്നത് പോലെയാണ് ഈ കൊതമകൾ. അവരിവിടെയും അങ്ങനെ തന്നെ മരത്തിലാണ് ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓസ്കാർ വിന്നർ മൂവിയായ സ്പിരിറ്റഡ് എവേലെ നോ ഫേസും ഇവിടെ ട്രെയിൻ കാത്തിരിക്കുന്നുണ്ടായി. ആരൊക്കെ ഇവിടെ കല്ലിൽ ഗിബ്ലി ക്യാരക്ടേഴ്സിനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാനും കുറച്ച് കല്ലുകൾ പെറുക്കിയിട്ടുണ്ട്. ഇനി ഈ വരച്ചതൊക്കെ ആ റൂട്ട് പോകുമ്പോൾ അവിടെ തിരിച്ചു കൊണ്ടുപോയി വെക്കണം. ഇതൊരു ചെറിയ പാർക്കാണ് കേട്ടോ. വരുന്നവരൊക്കെ ഒരു 15 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകുന്നതായിട്ടാണ് കണ്ടത്. പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെ ആയിരിക്കില്ലേ കൂടുതൽ പ്രതീക്ഷിക്കുക. പക്ഷെ കുട്ടികളെ മാത്രമല്ല വലിയ ആൾക്കാർ മാത്രമായിട്ടും ഇവിടെ വരുന്നുണ്ടേ. ജപ്പാനിലെ ആനിമെ ഫാൻസ് കുട്ടികളോ ചെറുപ്പക്കാരോ മാത്രമല്ല, പ്രായമായിട്ടുള്ള ഒരുപാട് ആനിമെ ഫാൻസും ഇവിടെ ഉണ്ട്.